ഷാഫി പറമ്പിൽ എം പിയെ പോലീസ് ലാത്തിച്ചാർജ് ലാത്തി കൊണ്ട് അടിച്ചപ്പോൾ മൂക്കിൽ നിന്നും വായിൽ നിന്നും ചോര വന്നപ്പോൾ താങ്ങിയെടുത്ത ഉണ്ടായതാണ്. എം പി ആണെന്ന പരിഗണന പോലും കൊടുക്കാതെ എം പി നിൽക്കുന്ന സമയത്ത് നിരവധി തവണ ടിയർ ഗ്യാസ് പ്രയോഗിക്കുക, ഗ്രനേഡ് എറിയുക. നിരവധി UDF-ന്റെ പ്രവർത്തകർ പേരാമ്പ്ര താലൂക്ക് ഹോസ്പിറ്റലിൽ പരിക്കേറ്റ് ചികിത്സയിലാണ്. അതിക്രൂരമായ പോലീസിന്റെ നരനായാട്ടാണ് പേരാമ്പ്രയിൽ നടന്നത്. CPM-ന് എല്ലാ സംരക്ഷണം ഒരുക്കിക്കൊണ്ട് ഒരു വിഭാഗത്തെ മാത്രം അറ്റാക്ക് ചെയ്ത് ആക്രമിച്ച് ഒതുക്കി നിർത്താൻ പേരാമ്പ്രയിലെ പോലീസ് ശ്രമിച്ചതാണ്. എം പിക്ക് ഗ്രനേഡ് ആക്രമണത്തിൽ ടിയർ ഗ്യാസ് അക്രമത്തിൽ MP ഉൾപ്പെടെ പേരാമ്പ്രയിലെ UDF-ന്റെ KPCC-യുടെ DCC-യുടെ ഭാരവാഹികൾ ഉൾപ്പെടെ എല്ലാവർക്കും പരിക്കാണ്. റിജിത്ത്, ഈ വിധത്തിലാണ് കോൺഗ്രസ് ആരോപിക്കുന്നത്. പോലീസ് കോൺഗ്രസ് പ്രവർത്തകരെ തെരഞ്ഞുപിടിച്ച് ആക്രമിക്കുകയായിരുന്നു എന്നുള്ള കാര്യമാണ് അവർ മുന്നോട്ട് വയ്ക്കുന്നത്. ഏതായാലും ഒരു കോളേജിൽ ഉണ്ടായിട്ടുള്ള ചെറിയ ഒരു സംഘർഷം, അത് വാക്കേറ്റം, ആ ഒരു വാക്കേറ്റം പിന്നീട് സംഘർഷത്തിലേക്ക് നീങ്ങുന്നു. അത് പിന്നീട് വലിയ രീതിയിലേക്ക് ഒരു സംഘർഷമായി മാറുന്നു. പേരാമ്പ്ര ടൗണിൽ ഏറെ മണിക്കൂറുകൾ നീണ്ടുനിന്ന സംഘർഷത്തിലേക്കാണ് കാര്യങ്ങൾ എത്തിച്ചിരിക്കുന്നത്. ഇപ്പോൾ അതുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിൻ്റെ നിരവധി പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്, ഒപ്പം തന്നെ MP-ക്കും പരിക്കേറ്റിട്ടുണ്ട്. ഈ വിഷയത്തിലാണ് സംസ്ഥാന വ്യാപകമായിട്ടുള്ള ഒരു പ്രതിഷേധത്തിന് ഇപ്പോൾ കോൺഗ്രസ് തീരുമാനിച്ചിരിക്കുന്നത്. നാളെ കോഴിക്കോട് ജില്ലയിൽ വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധമാണ് ആലോചിച്ചിരിക്കുന്നത്. IG ഓഫീസിലേക്ക് 9 മണിയോടുകൂടിയുള്ള മാർച്ചാണ് ഏറ്റവും പ്രധാനപ്പെട്ട അവർ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഹർത്താൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് നീങ്ങുന്നില്ല എന്ന കാര്യം കൂടി DCC പ്രസിഡന്റ് വ്യക്തമാക്കുന്നുണ്ട്.